ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചക്ക ബിരിയാണി എന്ന് പറയുമ്പോൾ നിങ്ങൾ കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ലേ? സെയിം പ്രോസസ്സ്. അത് നമ്മൾ കുറച്ച് ചക്ക, നമ്മളിപ്പോൾ ചക്ക ഇപ്പോൾ സുലഭമായിട്ട് ഇവിടെ കിട്ടുന്നില്ലേ, നമുക്ക് ചക്ക ബിരിയാണി. അപ്പോൾ നമുക്കിന്ന് ദീപാവലി ആഘോഷിക്കാം. ഓക്കെ. അപ്പോൾ ചക്ക ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് അറിയാമല്ലോ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചക്ക. കുറച്ച് ചക്കക്കുരു കുറച്ച് ഏറെ എടുത്തോളൂ, വളരെ ടേസ്റ്റി ആയ സാധനമല്ലേ. അപ്പോൾ കഴുകി ക്ലീനാക്കി മുറിച്ച് വയ്ക്കണം. പിന്നെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചിക്കനാണ്. ചിക്കനോ ബീഫോ എന്തോ യൂസ് ചെയ്യാം. കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഒരു 3 ഇടുന്നുള്ളേ. അപ്പോൾ ഇത്രയും വേണം. പിന്നെ മസാലകൾ നമുക്ക് ചക്ക ബിരിയാണി ഉണ്ടാക്കുന്ന പ്രക്രിയയിലോട്ട് കിടക്കാം. അപ്പോൾ ചക്ക ബിരിയാണി എല്ലാവരും ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഉണ്ടാക്കിയാലും അറിയാമല്ലോ അല്ലേ ചക്ക കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം നമുക്ക് കിടക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചക്ക ബിരിയാണി കേട്ടോ. നമ്മൾ അതിന് വേണ്ടി ഒരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ബിരിയാണി എന്ന് പറയാം. അത് നമ്മൾ ഈ ചക്കകൾ നമുക്ക് കുക്കറിലോട്ട് തട്ടാം. ഫുള്ള് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ചക്ക. ഞങ്ങളെ വീട്ടിൽ കഴിക്കാൻ ആൾക്കാരുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി. ചക്കയുടെ കൂടെ നല്ല എല്ലൊക്കെ ഉള്ള നല്ല ബീഫായിരുന്നു കുറച്ചുകൂടെ പൊളിച്ചേനെ. അപ്പം നമുക്ക് ബീഫ് കിട്ടിയില്ല, സോ ചിക്കനാണ്. ഓക്കെ, അടുത്ത നമ്മളെ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ഇടൂ. ചിക്കൻ സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടത് കേട്ടോ. ഇത്രയും മുളക് പൊടി. എരിയാണെങ്കിൽ ആവശ്യത്തിനിടാം. പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ട്, സൂക്ഷിച്ചിടുക. മല്ലിപ്പൊടി ആവശ്യത്തിനിടുക. അടുത്ത് മഞ്ഞൾപ്പൊടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ കുറച്ച് അധികം ഇടാം കേട്ടോ. നമുക്ക് ഉണ്ട പെപ്പർ ഉണ്ടെങ്കിൽ അത് പൊടിച്ചായിരുന്നാലും ഇടാം. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. എൻ്റെ ഇല്ലാത്തോളം ഇട്ടില്ല. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഒഴിക്കാം കേട്ടോ. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉപ്പിടണം. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉപ്പ്. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക. നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം ഇതെല്ലാം കൂടെ ഒരു 3 വിസിൽ കേൾപ്പിക്കണം. കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 3 വിസിൽ കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. നമ്മുടെ ചക്ക വെന്തിരിക്കുകയാണ്. ആവി അടിച്ച് കയറുന്നു. പിന്നെ നമുക്കിനി ഇതിൽ കുറച്ച് താളിപ്പ് റെഡിയാക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ സംഭവം റെഡിയായി, ഇന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനടുത്ത് താളിക്കുന്ന പരിപാടിയാണേ. കുറച്ച് എണ്ണ മതി. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് അത്ര ഇട്ടോ. എണ്ണ ചൂടായില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ചൂടായിട്ട് ഇടാവേ. ഇനി അവിടെ കിടന്ന് പൊട്ടിക്കോളും. അത് പൊട്ടാത്തത്.
കുറച്ച് പെരിഞ്ജീരകം കേട്ടോ. അയ്യോ പൊട്ടേക്കുമ്പോൾ സൂക്ഷിക്കണേ, കൈ ഒന്നും പൊള്ളരുത്. ഇട്ടോ പെരിഞ്ജീരകം, പൊട്ടിത്തരാടി ഇട്ടോ. പെരിഞ്ജീരകം ഓപ്ഷണലാണ് കേട്ടോ, നമുക്കിവിടെ എല്ലാവർക്കും പെരിഞ്ജീരകം ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവരിടണ്ട. നെക്സ്റ്റ് കറിവേപ്പില, അത് കഴിഞ്ഞാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ. തേങ്ങ നല്ല വറുത്തെടുക്കണം കേട്ടോ. പക്ഷെ എന്തോ എണ്ണയൊന്നും വാരിപ്പോയി അങ്ങ് ഒഴിച്ചു കളയരുത്. ആ എണ്ണയിട്ട് തന്നെ അങ്ങ് വറുത്താൽ മതി. ലൈറ്റായിട്ട് ബ്രൗൺ ആവണം. അപ്പോൾ ഇത്രയും ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തട്ടാം. നമ്മൾ ഇട്ട് ഇളക്കണം. ഇളക്കൂ. നല്ല മണം തേങ്ങാക്കൊത്തിൻ്റെ. നമുക്ക് കഴിക്കാം. ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ട്? അടുത്ത് ഒന്ന് ഒരിക്കൽ ടേസ്റ്റ് ചെയ്യൂ. ലാവി പറക്കുന്നുണ്ട്. അടിപൊളി. സ്പൂൺ വേണോ?